വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പയ്യെ ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറേ ദിവസമായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തും പാലക്കാടും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓക്കെ, കുറേ ദിവസമായില്ലേ ഒന്ന് പുറത്തേക്ക്, ഇവിടെ എറണാകുളത്ത് ഇറങ്ങിയിട്ട്, അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് പയ്യെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു അസ്തമനം കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫാൽക്കൺ ബീച്ചിലാണ്. കണ്ടോ നോക്കിയേ, എന്ത് രസമാണ്, കണ്ടില്ലേ? ഞാൻ എപ്പോഴും ഫാൽക്കൺ ബീച്ചിൽ വരുമ്പോൾ ആ സൈഡാണ് പോയിട്ടുള്ളത്, ഈ സൈഡിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ ടയർ വെച്ചിട്ട് ഊഞ്ഞാലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നോക്കിയേ, കണ്ടോ, നിറച്ച് ഊഞ്ഞാലുകളുണ്ട്. അപ്പം അതിനകത്ത് എനിക്കിരിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഇത് എങ്ങനെ ഇരിക്കുമെന്നും അറിയില്ല. ഇത് ചിലപ്പം പറയാൻ പറ്റത്തില്ല, പൊട്ടിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിവാൻഡ്രത്ത് കുറച്ച് ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു തിരിച്ചു വന്നു. പാലക്കാട് ഉണ്ടായിരുന്നു, പാലക്കാട് ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതും ഒരു 5 ദിവസത്തെ വർക്കായിരുന്നു. അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് വീണ്ടും വന്നു. പിന്നെ വീണ്ടും ഒന്നുകൂടെ ട്രിവാൻഡ്രം പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ കുറേ നാളായില്ലേ ഇത് എന്ന് പറഞ്ഞ് പയ്യെ ഇറങ്ങിയതാണ്. അപ്പം ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയണത് കാണിച്ചു തരാവേ. കണ്ടില്ലേ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട്. സണ്ണ് കറക്റ്റായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ അടിച്ച് നിൽക്കുന്ന ഒരു, അതായത് അസ്തമനത്തിൻ്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ നാൾ കൂടിയിട്ടാണ് അസ്തമനം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, പക്ഷെ ഇതിനകത്ത് എനിക്കിരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പൊട്ടിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് ഇരിക്കുന്നില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പറയാനായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വന്നില്ലെങ്കിൽ എടുത്തിടുന്നൊരു വാക്കാണ് അപ്പം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് എന്താ പറയുക, അതൊക്കെ തന്നെയാണ് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അസ്തമനം ഇന്ന് എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അസ്തമനം നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ആ അസ്തമനം കൂടെ, ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു ഫീല് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഇതിനൊരു ഇതുള്ളത്. നോക്കാം എന്തായാലും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇനി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഭയങ്കര രസമുണ്ട്. അപ്പം നമുക്ക് അസ്തമനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം 5:30 ആയിട്ടേ ഉള്ളൂ. സൂര്യൻ ഏകദേശം കണ്ടില്ലേ നോക്കിയേ, പകുതിയോളം മാത്രമാണ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ദേ നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായി ഗൈസ്, സൂര്യൻ അസ്തമിക്കാറായി. കാണുന്നുണ്ടോ? കണ്ടില്ലേ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാറായത് നമ്മളിങ്ങനെ കാണുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ നോക്കി, എന്ത് രസമാണെന്ന് കണ്ടോ. മതി വെള്ളം അധികം വരും.